ഹലോ! ഇന്ന് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയുള്ള നല്ല ക്രഞ്ചി ആയിട്ട് ഉള്ളിൽ നല്ല ടെൻഡർ ആയിട്ടിരിക്കുന്ന ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഗാർലിക് സോസും ഒരു സിമ്പിൾ ആയിട്ടുള്ള കൊളസ്ലോവിൻ്റെ റെസിപ്പിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലേക്ക് പോയാലോ? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ വീതം ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പൗഡറിന് പകരം ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും ചേർത്തെന്ന് വിചാരിച്ചിട്ട് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എല്ലാ പീസും വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടും എടുക്കാം. പക്ഷെ ബെസ്റ്റ് റിസൾട്ടിനായിട്ടാണ് 4 മണിക്കൂർ എന്ന് പറയുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കൊളസ്ലോയും റെഡി ആക്കി എടുക്കാം. അപ്പോൾ 4 മണിക്കൂർ കൊളസ്ലോയും ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 1 കപ്പ് ക്യാബേജിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1/2 ടീസ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനീഗർ, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൊളസ്ട്രോളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഗാർലിക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി 5 ടേബിൾ സ്പൂൺ യോഗട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീമി ആയിട്ടുള്ള ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈഡ് ചിക്കൻ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് കോൺസ്റ്റാർച്ച് ചേർക്കുന്നുണ്ട്. കോൺഫ്ലവറും കോൺസ്റ്റാർച്ചിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇവിടെയും നമുക്ക് ഗാർലിക് പൗഡറിന് പകരമായിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ചേർക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലൂടെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ പഴയ പാത്രത്തിലേക്ക് വീണ്ടും അരിച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 വട്ടം ഇത് അരിച്ച് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കിട്ടും നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും. ഓക്കെ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ കനോല ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ. മീഡിയം ഫ്ലെയിം ആവാൻ പാടില്ല, എന്നാൽ ലോ ഫ്ലെയിമിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം. ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളവും നമ്മുടെ ഡ്രൈ മിക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഡ്രൈ മിക്സിൽ ആദ്യം നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഒരു 8 സെക്കൻഡ് മുക്കി വെക്കാം. എന്നിട്ട് അത് വീണ്ടും എടുത്തിട്ട് നമ്മുടെ ഡ്രൈ മിക്സിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു കോട്ടിങ് കൊടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഔട്ടർ ലെയർ കിട്ടുന്നത് കേട്ടോ. ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തതെല്ലാം ഇതുപോലെ ആദ്യം മൈദയിൽ മുക്കാം, പിന്നെ നമ്മുടെ തണുത്ത വെള്ളത്തിൽ മുക്കാം, പിന്നെ വീണ്ടും മൈദ മിക്സിൽ മുക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത ഉടനെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാക്സിമം ഒരു 3-4 എണ്ണം ഒരേ സമയം ഇട്ട് കൊടുത്താൽ മതി. ഓവർ ക്രൗഡഡ് ആക്കണ്ട കേട്ടോ. ഇനി ഒരു 5-6 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി വീണ്ടും ഒരു 6 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
ഇങ്ങനെയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നോക്കൂ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നമ്മുടെ ചിക്കൻ അത്രയും ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളിലും നല്ല ടെൻഡർ ആയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവർ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാം. അടിപൊളി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രോസ്റ്റ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഉള്ളൊക്കെ നല്ലോണം വെന്തില്ലേ? ഉള്ളൊക്കെ നല്ല വെന്തുണ്ട്. സോസ് വേണ്ട. അടിപൊളിയാ, ഇഷ്ടമായോ? സൂപ്പറാ. ഒരു പീസും കൂടി തരട്ടെ? പിന്നെ പുറത്തൊക്കെ ഭയങ്കര ക്രിസ്പി കോട്ടിങ്. ഞാൻ ഒരു കറി കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്രിസ്പി കോട്ടിങ് ആണ്. പിന്നെ ഉള്ളിൽ ഭയങ്കര നല്ല ടെൻഡറാണ്, ജ്യൂസിയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ കഴിച്ചു നോക്കാം. ഞാനൊരു പീസ് കൂടെ കൊടുത്തിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ കൊളസ്ലോ ഗാർലിക് സോസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ് സംഭവം. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ്, അടിപൊളിയാണ്. സൂപ്പറാണ്. സോറി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഗാർലിക് സോസും കൊളസ്ട്രോളും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഡാനൊക്കെ തരുമല്ലോ. സോസ് ഒന്നും കഴിക്കില്ല, അതാണ് ചിക്കൻ മാത്രം. ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, സോസ് ഒന്നും കഴിക്കില്ല. അപ്പോൾ കൊളസ്ട്രോളും ഗാർലിക് സോസ് ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യുക. ഉഷാറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ഓക്കെ, ബൈ.